ഹായ് ഗെയ്സ്, എന്താ ചെയ്ത്? ഞാൻ ജൂൺ 14-ാം തീയതിയാണ് ബ്രിട്ടാനിയയുടെ 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങാനായിട്ട് എഴുന്നള്ളിയത്. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് വാങ്ങിച്ച് പൊളിച്ച് തിന്നാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പകുതി ബിസ്ക്കറ്റേ ഉള്ളൂ. തള്ള ഇതെന്ത് ചെയ്ത് ഇങ്ങനെയെന്ന് ഓർത്ത് വല്ല എലിയും കടിച്ചതായിരിക്കാൻ ഓർത്ത് മൊത്തം ബിസ്ക്കറ്റിന് ചൊരിഞ്ഞ് നോക്കി. എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ ആ ഒരു ബിസ്ക്കറ്റ് മാത്രമേ പകുതി പോയിട്ടുണ്ട്. അതിനകത്ത് വേറെ വല്ല പീസും കിടപ്പുണ്ടാകുന്നത് ഞാൻ മൊത്തം ചെക്ക് ചെയ്തു, പക്ഷെ ഒന്നും കണ്ടില്ല. പിന്നീട് ഞാൻ ബ്രിട്ടാനിയയുടെ ഇമെയിലിലേക്ക് ഞാൻ അതിൻ്റെ വീഡിയോയും അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇങ്ങോട്ട് അവർ കോളിങ് ചെയ്ത് ബ്രിട്ടാനിയക്കാർ കസ്റ്റമർ കെയർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് അത് നമുക്ക് മെയിൽ കിട്ടിയിട്ടുണ്ട് പുള്ളേ. അപ്പോൾ എന്ത് ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇനി ഞാനെന്ത് ചെയ്യും, ഒരു ബിസ്ക്കറ്റ് ഇതിൽ പോയില്ലേ, അപ്പോൾ ആ ബിസ്ക്കറ്റിന് ആരും ഉത്തരവാദിത്തം പറയുമോ? അങ്ങനെയാണ് ഇങ്ങനെയാണ് എലി കടിച്ചാന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങനെ കന്നാ പറഞ്ഞ് അവർ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ അങ്ങനെയൊന്നും പറയാൻ ചാൻസ് ഇല്ല, ഇത് കംപ്ലീറ്റ് മിഷൻ വരെയാണ് ചെയ്യണമെന്നൊക്കെ എല്ലാം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത്. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ അത് കഴിക്കേണ്ട, അത് ഞങ്ങൾ റീപ്ലേസ് ചെയ്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലേക്ക് ഒരു കൊറിയർ ബോക്സ് വന്നു. അത് ഞാൻ ആകാംക്ഷയോടെ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കിടക്കണതേ 3 ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്, പിന്നെ ഒരു ലെറ്ററും. എൻ്റെ പുള്ള ഈ ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞ ഉളുപ്പുണ്ടോടാന്നും പറഞ്ഞൊരു കത്തും, പിന്നെ 3 ബിസ്ക്കറ്റും. ഒരു ബിസ്ക്കറ്റ് പോയെങ്കിൽ എന്ത് 3 കിട്ടിയില്ലേ. താങ്ക് യു ബ്രിട്ടാനിയ.